അതായത് കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അതുകൂടാതെ തന്നെ ഡേറ്റും ഓർക്കണം. 31 തൊട്ട് 4 വരെയുള്ള സമയത്താണ്. അപ്പൊ നിങ്ങൾക്ക് ദൂരമുള്ള കോളേജ് ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചോണം. പിന്നെ ഫീസിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഓൾറെഡി എന്താണ് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ചിലപ്പോൾ എക്സ്ട്രാ ഫീസ് ഓരോ കോളേജിന് വേരി ചെയ്ത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് വേറെ കോളേജാണ്, ഇതിലും ഫീസ് കുറവാണെങ്കിൽ നമുക്ക് റീപേയ്മെന്റ് കിട്ടുന്നതായിരിക്കും, റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഡേറ്റിനുള്ളിൽ കണ്ടോ 4/8 വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾ പ്രവേശനം നടത്തിയിരിക്കണം. സോ അത് ഭയങ്കര നിർബന്ധമാണ്. സോ നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ. സോ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് 3ാം ഘട്ട അലോട്ട്മെന്റിന്റെ പുതുതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സൗകര്യം ലഭ്യമാകുന്നതാണ്. അപ്പൊ അതായത് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് 3ാം ഘട്ട അലോട്ട്മെന്റിന് മുന്നേ നമുക്ക് കോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ അതാണ് ഈ ആക്ച്വലി ഈ ഒരു ബ്രോഷറിലുള്ളത്. ഇനി നമുക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് GEC തൃശ്ശൂരിന് തന്നെ നോക്കാം. GEC തൃശ്ശൂരിന്റെ മെയിൻ വെബ്സൈറ്റ് ഇങ്ങനെ കിടക്കും. പിന്നെ അഡ്മിഷന്റെ അതിൽ റീഡ് മോർ അടിക്കുമ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് പോകും. എന്നിട്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഏതൊക്കെ സമയത്താണ് നമുക്ക് പോവേണ്ടത്. ഗ്ലോറിയ ഗോപകുമാർ അലുമിനി ഹാൾ, അവിടെയായിരിക്കും ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്. എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഗ്ലോറിയ ഗോപകുമാർ അലുമിനി ഹാൾ ഉള്ളത്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇത് കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ബോട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടീമിൻ്റെ റിസോഴ്സസും കാര്യങ്ങളും ചോദിക്കുമ്പം തേർഡ് അലോട്ട്മെൻറ്റിന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ഇതൊന്ന് യൂസ് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലെ ഡീറ്റെയിൽസ് നോക്കാം. പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ അലോട്ട്മെന്റ് നോക്കുക, പിന്നെ നെസസറി ഫീ ഓൺലൈൻ, അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പോർട്ടൽ നോക്കുമ്പോൾ അതിൽ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. സോ നിങ്ങൾ ഡയറക്ട്ലി കോളേജിൽ ചെന്നിട്ട് അടയ്ക്കേണ്ടി വരും. ഡോക്യുമെന്റ്സും ഇതൊക്കെയാണ് റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഇവർ പറയുന്നത്. എല്ലാ കോളേജിലും ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്. സോ നിങ്ങൾ മറക്കാതെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകണം. പ്ലസ് പാസ്പോർട്ട് സൈസ് 2 ഫോട്ടോസും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ET ലാബ് ഉണ്ട്. എല്ലാ കോളേജിനും ET ലാബ് ഉണ്ട്. അതിൽ GC TCR ET ലാബിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ അത് നിങ്ങൾ മറക്കരുത്. ഇനിയും അല്ലാതെ വന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ആക്ച്വലി നിങ്ങളിപ്പം GC തൃശ്ശൂർ കിട്ടിയവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ളതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി രജിസ്ട്രേഷൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ജെൻഡർ, അക്കാഡമിക് ഇമെയിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. കാരണം നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഓക്കെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് പറയും. ET ലാബിലെ രജിസ്ട്രേഷൻ ആയി പറയുന്നത് കേട്ടോ, അത് പറയും. സോ ബാക്കി നമുക്ക് ഡേറ്റ്സിന്റെ കാര്യം നോക്കാം. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഡേറ്റ്സിനാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പോകേണ്ടത് തേഴ്സ്ഡേ, അതായത് ഇന്നാണ് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസുകാർ പോകേണ്ടത് 8 AM to 1 PM. ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ അത് നോക്കി വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ഇന്ന് ആക്ച്വലി പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ നിങ്ങൾ പോവാം കേട്ടോ. നാളെ ആക്ച്വലി പോയി നോക്കുക. ഇത് സൈബർ ഫിസിക്കൽ സിസ്റ്റം, അത് അണ്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതും നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നാളെയാണ്. അപ്പൊ ഡേറ്റ്സ് ഒക്കെ വൃത്തിക്ക് ഓരോ സൈറ്റിലും നോക്കാം. പിന്നെ ഫീസിന്റെ സ്ട്രക്ചർ ഉണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം PTA ഫീസ് ഓൾറെഡി നമ്മൾ 10,000 കൊടുക്കും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ PTA ഫീസ്, ET ലാബ് ഫീസ്, പിന്നെ ബെസ്റ്റ് കോർപ്പസ് ഫണ്ട്, അങ്ങനെ കുറെ ഫണ്ടൊക്കെ കൊടുത്ത് 12,470 rupees ആയിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, 5 വർഷം ആയില്ലേ. എന്റെ സമയത്ത് 8,000 ആയിരുന്നു. കുഴപ്പമില്ല. അപ്പം 12,470 rupees ആണ്. SC/ST കാർക്കാണെങ്കിൽ ഭയങ്കര എളുപ്പം. 2,470 രൂപയാണ് SC/ST കാർക്കുള്ളത്. സോ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ ഒരു സൈറ്റിൽ ചെന്ന് അതിന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കുക. പ്ലസ്
ഡേറ്റ് നോക്കാൻ മറക്കരുത്, ഫീസ് എത്ര കൊടുക്കണമെന്ന് മറക്കരുത്, പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം തന്നെ പ്രിപ്പയർ ഇപ്പൊ നാളെ പോകേണ്ടവരാണെങ്കിൽ എല്ലാത്തിന്റെയും പ്രിന്റ് ഔട്ട് എടുക്കുക. പ്ലസ് ടു ടെസ്റ്റിന്റെ ഒക്കെ ഒറിജിനൽ വേണം. പിന്നെ ഗസറ്റഡ് ഓഫീസർ ഒക്കെ സൈൻ ഇട്ടതാണെങ്കിൽ ചിലപ്പോൾ അവർ അതേ എടുക്കത്തുള്ളൂ, അത് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് എനിവേസ് എല്ലാ അഡ്മിഷൻ ആയിരുന്നു തേർഡും കഴിഞ്ഞ് ഫുള്ള് മോക്ക് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു വാങ്ങണം. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എനിക്ക് ജസ്റ്റ് സൈറ്റിൽ കയറി എങ്ങനെ നോക്കണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. ഇത്രയും ഫീസാണ് എന്ത് ഗവൺമെന്റ് GC തൃശ്ശൂർ പോകേണ്ടത്. ഇത്രയും ഫീസ് കയ്യിൽ കഴുകണം, 12,470 rupees. അപ്പൊ അത് മറക്കരുത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി.